പഞ്ചാരക്കൊല്ലിയിൽ, അതായത് വയനാട്ടിൽ ആളുകളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി എന്ന വിവരങ്ങളാണ്, സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കത് കൺഫേം ചെയ്യേണ്ടതുണ്ട്. ദൗത്യസംഘം ഇന്ന് രാവിലെ തന്നെ വലിയ രീതിയിലുള്ള എല്ലാ സന്നാഹങ്ങളുമായി ഈ കടുവയെ പിടികൂടാൻ വേണ്ടി ഇറങ്ങുന്നതിനിടയിലാണ് വയനാട്ടിലെ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന സൂചനകൾ വരുന്നത്. അനീഷിലേക്ക് ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പോകാം. അനീഷ്, ഇത് കൺഫേം ചെയ്യാമോ? ഈ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടോ? ശ്രീജ, അല്പസമയത്തിനുമാകും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു സ്ഥിരീകരണം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സ്ഥിരീകരണം അല്പസമയത്തിനകം ഉണ്ടാവും. ഏത് വിധേനയാണ് ഇത് ചത്തത്, എങ്ങനെയാണ് ട്രാപ്പിൽ കുടുങ്ങുകയാണോ അതോ വെടിയേറ്റതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചതാണോ എന്നീ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത കൈവരും. 2 ഇടങ്ങളിലായാണ് നമ്മൾ തമ്പടിച്ചത്. ഒന്ന് ഈ ദൗത്യം നടക്കുന്ന ഇടത്തും മറ്റൊന്ന് ബേസ് ക്യാമ്പിലുമാണ്. ഒരുപക്ഷെ ബേസ് ക്യാമ്പിലേക്ക് അല്പസമയത്തിനകം ഉദ്യോഗസ്ഥർ എത്തുകയും വിശദീകരിക്കുകയും ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായ വിവരങ്ങൾ തന്നെ പുറത്തു വരുന്നു. ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ഉടൻ ഉണ്ടാവും. ആളെ കൊല്ലി നരഭോജിയായ കടുവ ചത്ത നിലയിൽ എന്ന വിവരമാണ് രാവിലെ പുറത്തേക്ക് നൽകാനുള്ളത്. കേരളം കാത്തിരുന്ന ഒരു വിവരം, ജനങ്ങൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വിവരം തന്നെ. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം ലഭ്യമാക്കാൻ കഴിയും. എന്തായാലും കടുവ ചത്തിരിക്കുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. അനീഷ്, ഇപ്പോൾ ദൗത്യം നടക്കുന്നത് പിലാക്കാട് ഭാഗത്താണ്. ഈ പഞ്ചാരക്കൊല്ലി ഭാഗത്ത് ചത്ത നിലയിൽ കണ്ടു എന്ന സൂചനകളാൽ വരുന്നത്. എത്ര ദൂരമുണ്ട് ഇതിനിടയിൽ? ഇത് ഏതാണ്ട് ഒരു 3-4 കിലോമീറ്റർ ദൂരം വരുന്നു. കാരണം രാവിലെ തന്നെ ദൗത്യസംഘങ്ങൾ പൂർണ്ണമായി ഈ പിലാക്കാട് ഭാഗത്തേക്ക് നീങ്ങുകയും അവിടെ ദൗത്യസംഘങ്ങൾ കാട്ടിലേക്ക് പുറപ്പെടുകയുമാണ് ചെയ്തത്. ഇതിനുശേഷം മാധ്യമങ്ങളെ അടക്കം ആ സ്ഥലത്ത് നിന്നും പുറത്തേക്ക് മറ്റൊരിടത്തേക്ക് പിലാക്കാടിന് ഇപ്പുറത്തേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ പഞ്ചാരക്കൊല്ലി ഭാഗത്താണ് ഈ ചത്ത നിലയിൽ കണ്ടെത്തിയെന്ന വിവരങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നലെയൊക്കെ ദൗത്യം നടന്ന ഇടങ്ങളാണ് പഞ്ചാരക്കൊല്ലിയും ഇന്നലെ ഈ ആറാട്ടി അംഗത്തിന് പരിക്കേൽക്കുകയും ചെയ്ത സ്ഥലവുമൊക്കെ തമ്മിൽ ഏതാണ്ട് 2 കിലോമീറ്റർ ഒക്കെയാണ് കാട്ടുവഴിയുള്ള സ്ഥല ദൂരപരിധിയുള്ളത്. അതുകൊണ്ട് രണ്ടിടത്തായി ആണ് എന്ന വിവരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഒരു സ്ഥിരീകരണം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഉണ്ടാവും. എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഏത് വിധേനയാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിലുള്ള വ്യക്തതയും വരും. ഇന്നലെ ആറാട്ടി സംഘാംഗങ്ങൾ ഈ കടുവയുമായി നേരിട്ട് മുഖാമുഖം കണ്ടപ്പോൾ ഒരു വെടിയുതിർത്തതായി വിവരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ പുറത്തേക്കുള്ള വെടി ആണ് എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പുറത്തു വന്നത്. അത്തരത്തിൽ ഒരു മിഷനിലാണോ ആ കടുവയ്ക്ക് വെടിയേറ്റ് കൊല്ലപ്പെടുകയായിരുന്നോ അതോ മറ്റെന്തെങ്കിലും കെണിയിൽ കുരുങ്ങിയതാണോ? ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള വ്യക്തത വൈകാതെ പുറത്തു വരിക തന്നെ ചെയ്യും. എന്തായാലും 2 ഇടത്തേക്കും ഇന്ന് ദൗത്യം നടന്ന ഇടത്തു നിന്നും മാറി മറ്റൊരിടത്താണ് ഈ കാര്യം സംഭവിച്ചതെന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ശ്രീജ, എന്തായാലും അതിന്റെ വിവരങ്ങൾ അനീഷിന് എടുക്കേണ്ടതുണ്ട്. അനീഷ് വളരെ പെട്ടെന്ന് തന്നെ ആ വിവരങ്ങളിലേക്ക് തിരിച്ചെത്താം. അനീഷിനും ആ വിവരങ്ങൾ എടുക്കേണ്ടതുണ്ട്. മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ സ്ത്രീയെ കടിച്ചുകൊടുന്ന കടുവ ആയിരിക്കണം, ആ കടുവയായിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ചത്ത നിലയിൽ ഒരു കടുവയെ കണ്ടെത്തിയിട്ടുണ്ട്. അത് പക്ഷേ ഇന്ന് രാവിലെ ദൗത്യം ആരംഭിച്ചത് പിലാക്കാട് ഭാഗത്താണ്. അവിടെ പൂർണ്ണ സജ്ജരായി വനംവകുപ്പ് സംഘവും ഈ ആറാട്ടി സംഘവും ഒക്കെ ഇറങ്ങുന്നത് നമ്മൾ കണ്ടിരുന്നു ദൃശ്യങ്ങളിൽ. അവർ ഒരു മൂവ്മെന്റിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ സ്വാഭാവികമായും പ്രതീക്ഷിച്ചത് ആ ഭാഗത്താണ് കടുവയുടെ സാന്നിധ്യമുള്ളത് എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന വാർത്ത പഞ്ചാരക്കൊല്ലി ഭാഗത്ത് കഴിഞ്ഞ ദിവസം രാധ എന്ന സ്ത്രീയെ കടിച്ചു കൊന്നത് പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപമുള്ള ഈ ഭാഗത്താണ്. അവിടെയാണ് ഇപ്പോൾ ഈ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് TG സജിത് കൂടി. സജിത്, അനീഷിന് ഏറ്റവും പുതിയ വിവരങ്ങൾ എടുക്കേണ്ടതുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാടിനെ മാത്രമല്ല നമ്മളെ ഒന്നാകെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ ആ കടുവയാണ് ഇത് ചത്തതെങ്കിൽ അതൊരു സുപ്രധാനമായ ഒരു നിമിഷം തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ തിരച്ചിലിനെ സംബന്ധിച്ച് ഇന്നത്തെ ഈ ആദ്യ സംഘത്തിന്റെ തിരച്ചിൽ തന്നെയാണ് ഈ കടുവയുടെ മൃതദേഹം കണ്ടെത്തിയത്. അതിന്റെ ദൃശ്യങ്ങളടക്കം നമുക്കിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാവും. ദൃശ്യങ്ങളടക്കം വരുന്നുണ്ട്. വനംവകുപ്പ് കടുവയുടെ അടുത്തെത്തി ചത്ത നിലയിൽ കടുവയെ കണ്ടെത്തിയ കാര്യത്തിൽ സ്ഥിരീകരണം തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഇത് ഇന്ന് പുലർച്ചെ 2:30-ഓടെയാണ് ഈ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് എന്ന വാർത്ത നമുക്ക് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് ഇത് സ്ഥിരീകരിക്കാം കാര്യം
അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഇന്നലെ ഈ കടുവയുമായുള്ള ഒരു ഏറ്റുമുട്ടൽ, അതായത് കടുവയെ തെരഞ്ഞു പോയ സംഘത്തിന് നേരെ തിരിച്ചാക്രമണം ഉണ്ടാകുന്ന സാഹചര്യം പോലും ഉണ്ടായി. അപ്പോൾ ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വനംവകുപ്പ് തന്നെ ഒരു വിശദീകരണം നൽകേണ്ടി വരും. ഒരുപക്ഷെ ഇന്നലെ വെടി ഉതിർത്തിരിക്കാം. അത് അതിൻ്റെ ഭാഗമായിട്ടാണോ അതേറ്റാണോ കടുവ ചത്തത് എന്ന കാര്യത്തിൽ കൂടി സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇന്നത്തെ സാഹചര്യം വയനാട്ടിലെ പ്രത്യേകതയാണ്. കാരണം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുകൊണ്ട് ആളുകൾക്ക് പുറത്തിറങ്ങുന്നതിന് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ഈ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. നരഭോജി കടുവ തന്നെയാണോ ചത്തത് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഒന്നുകൂടി വരേണ്ടതുണ്ട്. കാരണം അത് വനംവകുപ്പാണ് നൽകേണ്ടത്. ഈ പുൽപ്പള്ളി മേഖലയിൽ, പ്രത്യേകിച്ച് വയനാടിൻ്റെ പല ഭാഗങ്ങളിലായി കടുവകളെ കണ്ടെത്തി എന്ന നാട്ടുകാർ നിരന്തരമായ പരാതികൾ ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ ആദിവാസി യുവതിയെ കടിച്ചുകൊന്ന നരഭോജി കടുവ തന്നെയാണോ ചത്തത് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വനംവകുപ്പ് തന്നെയാണ് നൽകേണ്ടത്. നമുക്ക് അന്തിമമായി അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരും. എന്തായാലും